പ്രിയരെ, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വോട്ടഭ്യർത്ഥനയുമായിട്ടാണ്. 8-ാം തീയതിയും 10-ാം തീയതിയും 14-ാം തീയതിയുമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഇതിൽ പല കക്ഷികളും മത്സരിക്കുന്നുണ്ട്. അതിൽ മതവിശ്വാസികളുണ്ട്, മതമില്ലാത്തവരുണ്ട്, യുക്തിവാദികളും നാസ്തികരുമുണ്ട്, പല പാർട്ടിക്കാരുമുണ്ട്. നിങ്ങളുടെ വാർഡിൽ, നിങ്ങളുടെ ഡിവിഷനിൽ, നിങ്ങളുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും നാസ്തികർ, യുക്തിവാദികൾ ഒക്കെ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ അവർക്ക് രേഖപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ വളരെയധികം പണം ചിലവാക്കിയാണ് മത്സരരംഗത്തുള്ളത്. ഒരു പഞ്ചായത്ത് വാർഡിലേക്ക് 2010 ചിലവാക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച തുക വെറും 5000 രൂപയായിരുന്നു. വെറും 5000 രൂപ. ആ സമയത്ത് ആനക്കയം പഞ്ചായത്തിലെ ഒരു വാർഡിൽ 10 ലക്ഷം രൂപ മുടക്കിയെന്നാണ് ഒരു നാസ്തിക എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹം വളരെ കൃത്യമായി യുക്തിവാദികൾക്ക് വേണ്ടി എഴുതിയ എഴുത്തുകാരനാണ്. യുക്തിവിചാര മാസികയിലെ സ്ഥിരം കോളമിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ല കൂലി എഴുത്തുകാരനുമാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സ്വയം പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്ത കൂലി എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 ലക്ഷം രൂപ, 1 മില്യൺ രൂപ ഈ 5000 രൂപ ചിലവാക്കുന്നിടത്ത് ചിലവാക്കിയെന്നാണ്. അപ്പോൾ അത്രയും പണച്ചെലവിൽ ഒരു മത്സരാർത്ഥി വരുമ്പോൾ, അത്തരം നാസ്തിക മത്സരാർത്ഥികൾ വരുമ്പോൾ അവരെ വിജയിപ്പിക്കുക എന്നത് അവരോട് ചെയ്യുന്ന ഒരു സഹതാപമാണ്. സഹതാപം അർഹിക്കുന്നവർ, കാരണം അത്രയും പണം ചിലവാക്കിയിട്ടും തോൽക്കുകയാണ് ചെയ്യുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടി വോട്ടഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നത്. ഞാനിത് വെറുതെ പറയുകയല്ല, വളരെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ടാണ് ഈ കാര്യം പറയുന്നത്. 2010 ഡിസംബർ ലക്കം യുക്തിവിചാരമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ നമ്മുടെ ആ കൂലിയെഴുത്തുകാരൻ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതുന്നു: ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ 5-ാം വാർഡിൽ മതമൗലികവാദികൾക്ക് സ്വാധീനമുള്ളതും എതിർ കക്ഷികൾക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്തതുമായ ഒരു താലിബാൻ മോഡൽ ഏരിയയിലാണ് ഇടതുപക്ഷ വനിതാ സ്ഥാനാർത്ഥിയായി എൻ്റെ ഭാര്യ സുഹറ മത്സരിച്ചത്. 3-4 തവണ വോട്ടർമാരെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ട് പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മത്സരിച്ച മൗലിക വനിതാ സ്ഥാനാർത്ഥിയാണ് അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിജയിക്കാൻ പറ്റിയില്ല. അതിലുള്ള വെറുപ്പും വിദ്വേഷവും ദേഷ്യവും വ്യക്തമാക്കുന്ന ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ എല്ലാ അർഹതയും യോഗ്യതയുമുള്ള ഒരു സ്ഥാനാർത്ഥി, മൗലിക സ്ഥാനാർത്ഥി, ആ മൗലിക സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിച്ചിട്ട് അവർ തോറ്റുപോയി. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ ഇടതുപക്ഷമാണോ അതോ വലതുപക്ഷമാണോ എന്നെല്ലാ ആളുകൾ തിരഞ്ഞെടുപ്പിൽ നോക്കുന്നത്. അവർ നോക്കുന്നത് ഈ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള മൗലിക ഗുണങ്ങളുണ്ടോ എന്നാണ്. അതുണ്ടെന്നാണ് ഇദ്ദേഹവും പറയുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പരാതിപ്പെട്ടതുകൊണ്ടോ ദേഷ്യം പിടിച്ചത് കൊണ്ടോ കാര്യമില്ല. ഇത് പറയുന്നത് ഇതിൻ്റെ 19-ാം പേജിലാണ്. നമുക്കൊരു പേജ് കൂടി മറിച്ചാൽ കാണാം. അതിൻ്റെ 20-ാം പേജിൽ ഇങ്ങനെ പറയുന്നു: മതമൗലികവാദിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യാൻ വാർഡിൽ 10 ലക്ഷത്തോളം രൂപ വാരി വിതറിയിട്ടും രക്ഷ കിട്ടാത്ത അവസ്ഥയാണ് അടുത്ത വാർഡിലും ഉണ്ടായത്. തൊട്ടടുത്ത വാർഡ് എന്ന് പറഞ്ഞാൽ 6-ാം വാർഡോ 4-ാം വാർഡോ ആകാം. ഈ വാർഡിൽ എത്രയാണ് രൂപ ചിലവാക്കിയത്? 10 ലക്ഷത്തോളം രൂപ വാരി വിതറിയിട്ടും രക്ഷ കിട്ടാത്ത അവസ്ഥയാണ് അടുത്ത വാർഡിലും ഉണ്ടായത്. അവർക്കെതിരെ വോട്ട് ചെയ്താൽ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന ഭീഷണിയാണ് അതിനു കാരണം തന്നെയാണ്. അല്ലല്ലോ. 5-ാം വാർഡിൽ എന്താണ് സംഭവിച്ചത്? ഒരു മൗലിക ഗുണങ്ങളുള്ള സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഹറക്കെതിരെ മത്സരിച്ചു. ആ നാട്ടുകാർ അവരെ ജയിപ്പിച്ചു. ആരെ? എതിർ സ്ഥാനാർത്ഥിയെ. കാരണം അവർക്ക് എല്ലാ മൗലിക ഗുണങ്ങളുമുണ്ട്. 6-ാം വാർഡിലോ അല്ലെങ്കിൽ 4-ാം വാർഡിലോ എന്താണ് സംഭവിച്ചത്? ഒരു സ്ഥാനാർത്ഥി 5000 രൂപ ചിലവഴിക്കാൻ മാത്രം അവകാശമുള്ള സ്ഥാനാർത്ഥി 10 ലക്ഷം രൂപയാണ് ഒരു വാർഡിൽ ചിലവഴിച്ചത്. സ്വാഭാവികമായും സ്ഥാനാർത്ഥിക്കെതിരെ ചിന്തിക്കാൻ ആ വാർഡിലെ വോട്ടർമാർ, ഉത്ബുദ്ധരായ വോട്ടർമാർ തയ്യാറായിട്ടുണ്ടാകും. കാരണം 10 ലക്ഷം വാരി വിതറിയ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ എത്ര കോടി അവർ ഉണ്ടാക്കുമെന്ന് ഭയപ്പെട്ട് കാണും. അവർക്കെങ്ങനെയെങ്കിലും ജയിക്കുകയാണ് വേണ്ടത്. മതമൗലികവാദിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ എന്ന് പറഞ്ഞ് 10 ലക്ഷം നിയമം കാറ്റിൽ പറത്തി. അല്ലെങ്കിലും ഇവർ നിയമത്തിനെതിരാണല്ലോ. എല്ലാ കാര്യത്തിലും മോഷണം തെറ്റല്ല, ബലാത്സംഗം തെറ്റല്ല, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങൾ പറയുന്ന യുക്തിവാദി നാസ്തിക സ്ഥാനാർത്ഥികൾക്ക് 10 ലക്ഷം ഒരു വാർഡിൽ ചിലവാക്കാം. ഇവർ അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ മത്സരിച്ച് എത്ര കോടി റുപ്യ ചിലവായിട്ടുണ്ടാകും. ഇവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാം ഇന്ന് കാണുന്നതും അതൊക്കെ തന്നെയാണ്. എത്ര കോടി രൂപയാണ് പലരും ചിലവഴിക്കുന്നത്.
അപ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ വാർഡിലും ഇത്തരം സ്ഥാനാർത്ഥികളുണ്ടാവും, നമ്മുടെ ഡിവിഷനുകളിലും ഇത്തരം സ്ഥാനാർത്ഥികളുണ്ടാവും, നാസ്തികരും ഭൗതികരുമായ യുക്തിവാദികളുമായ. അവരെ നാം ജാഗരൂകരായി കാത്തിരിക്കണം. കാരണം അവരെങ്ങാനും ജയിച്ചാൽ, ഇത്രയും വലിയ സംഖ്യയൊക്കെ ചിലവാക്കി ജയിച്ചാൽ എന്താവും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി, നമ്മുടെ നിയമവ്യവസ്ഥിതിയുടെ സ്ഥിതി എന്ന് നാം ആലോചിക്കുക. കൃത്യമായി നാസ്തികരെ തിരിച്ചറിയുക എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. ഏതായാലും നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.